എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഈ സുന്ദരിമാരുടെ ഇടയ്ക്ക് ഇരിക്കാൻ പറ്റുന്നത്. സമ്മതിക്കണം കേട്ടോ, നീ ഡാൻസ് ക്ലാസ് നിർത്താത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ചുറ്റും പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് സ്റ്റുഡൻസ് ആയിട്ട് എപ്പോഴും ബോയ്സ് വളരെ കുറവാണ്. ഡെലിവറി കഴിഞ്ഞ് സുംബ ക്ലാസ്സിൽ പോകണമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുന്നത്. അല്ല, ഇവിടെ ചോദിച്ചത് കേട്ടോ, സൊമാറ്റോയിലുണ്ടോന്ന്, ഡെലിവറി ആണോ തെറി ഒഴിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഒരു വിറയിലും മിടങ്ങനുണ്ട്. അപ്പൊ എനിക്ക് പ്രജിനെ കണ്ടപ്പോ തീരെ ഇഷ്ടപ്പെട്ടു. എന്തോ തകരാറും കഞ്ചാവാണോ? ഞാൻ കുറേ നേരം നോക്കി. ഒന്നുമില്ലാത്ത പ്രജിൻ. ഓക്കെ, ആ പ്രജിൻ ഇങ്ങനെ ഒരു ഐഡിയ പറയുന്ന സമയത്ത് ലാഭവും നഷ്ടവും ഒന്നും നോക്കിയിട്ടില്ലല്ലോ കൈ കൊടുത്തത്. കാരണം ഇത് പൊട്ടിപ്പോയാലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതാ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രജിനില്. 100% പ്രതീക്ഷ കരയാതെ കരയാതെ. പ്രജിന്റെ പേര് പറയും മാത്രം പറമ്പിലെ കോഴി കൂടി. കാരണം ഇപ്പൊ കോഴിക്ക് കൂടണ്ടേ, ഇനി പ്രജിന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു. ഇവ കൃഷ്ണനല്ല കേട്ടോ. അയ്യോ, എന്റെ കൂടെ ഒരു 10 പെമ്പിള്ളേർ വരണമെങ്കിൽ എന്ത് കൊടുക്കണം? ഞാൻ ഇരുന്നാൽ തന്നെ എന്നെ നോക്കണം. അതാണ് അവിടെയൊക്കെ മോന്ത കണ്ടോ, എടുത്തെറിയാൻ ഇരുന്നുകൊണ്ട് എന്നെ 2 സ്റ്റെപ്പ് ഓടിപ്പിക്കണം. അപ്പോ നീലാമഴ മുകളിലേക്ക് നോക്കി കഴിഞ്ഞ കൂടെ ഓക്കെ പെയ്തിറങ്ങിയ ഭംഗി കുറെ ഉണ്ടായിട്ട് വൃത്തികെട്ട സ്വഭാവമാണെങ്കിൽ എന്തിനു പറ്റും? അല്ല, ഇതിലെ ഈ കമന്റ് ചേട്ടനെ പോലെ ഉറപ്പായിട്ടും ക്യാമറ ടീമിൽ ടൂട്ട് കിട്ടോണേ എന്ന് പറഞ്ഞിട്ട് ചെളുക്ക എന്നുള്ള വേടൊക്കെ കേട്ടൊക്കെ കോഴിക്കോട് സ്ലാങ് ആണത്. അല്ല, വാണം തെറിയല്ലോ. അല്ല അല്ല, മേളോട്ട് വിടുന്ന വാണത്തെ വാണോ എന്നാ പറയുന്നത്. അതെ, അത് ശരിയാ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ. ഇനിയാണ് പൂരം കൊടിയേറുന്ന മക്കളെ. മക്കളെ, കടി എന്നൊക്കെ പറഞ്ഞ ഇതാണ് കടി. ഓ, നമ്മുടെ മാസ്റ്റർ ആണ് പൊട്ടിക്കാൻ പോകുന്നത്. പിന്നെ എന്നിങ്ങനെ റീല് തുടങ്ങിയ അന്ന് തീർന്നത് എന്റെ കഷ്ടകാലം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വായിന്ന് കേട്ട് കേട്ട് ചെവിയിൽ വെള്ളം ഒഴിച്ച മാറി ഉളുപ്പില്ലേ സ്ത്രീയെ ഇത്രയും സ്ത്രീകളുടെ കൂടെ അഴിഞ്ഞാടി കളിക്കുന്ന ഒരു പുരുഷനെ ഭർത്താവെന്ന് പറഞ്ഞ് നടത്താൻ തന്നെ. അപ്പൊ മച്ചാന്മാരെ, ഇനിയും മുതലാണ് ഓണർ നമ്മൾ കളറാക്കാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഈ സുന്ദരിമാരുടെ ഇടയ്ക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പൊളിക്കുമല്ലേ? അപ്പൊ നല്ലൊരു കൈയടി. സമ്മതിക്കണം കേട്ടോ, നീ ഡാൻസ് ക്ലാസ് നിർത്താത്തതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ നമുക്ക് ഓരോരുത്തരും തുടങ്ങാം. അവിടെ നിന്ന് തുടങ്ങാം. പേര് പറയണം, എങ്ങനെ ഈ ഡാൻസ് ക്ലാസ്സിലോട്ട് വന്നെന്ന് പറയണം. അല്ല, അവിടെ നിന്ന് തുടങ്ങാം. അയ്യോ, എനിക്ക് തല കറങ്ങുന്നെന്ന്. എങ്ങനെ വന്നത്? ബസ്സിന് കയറി ഓട്ടോ വിളിച്ച അവിടെ നിന്ന് തുടങ്ങിക്കോ. ഞാൻ ഫസ്റ്റ് ലാസ്റ്റ് ഇയർ റീല് കണ്ട്, മതിമുഖി റീല് കണ്ട് ടിക്ടോക്കിലാണ് കണ്ടത്. പക്ഷെ എന്താ ഒരു ഐഡിയയും കിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പം #പ്രജിൻ കണ്ട്. അപ്പോൾ ഗൂഗിളിൽ പോയി തപ്പിയപ്പം പ്രജിൻ പ്രതാപ് കണ്ട് ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് പി സ്കൂളിലേക്ക് പിന്നെ കണക്ഷൻ കിട്ടി. പിന്നെ മെസ്സേജ് അയച്ച് ഒരു വെക്കേഷൻ വന്നപ്പം ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ലാസ്റ്റ് ഇയർ. അപ്പൊ #ഹാഷ്ടാഗ് കിട്ടാ മതിയല്ലേ പേര്? എന്റെ അജിൻ വർഗീസ്. അങ്ങനെ എത്തി. എന്റെ പേര് അനഘ. അനഘയ്ക്ക് ഒരു കൈയടി കേട്ടോ. അവള് ദുബായിലാണോ? ദുബായിലാണ്. ഈ ഇയറും 2 months വന്ന് ഇനി പോവാറേ. നെക്സ്റ്റ് വീക്ക് പോകും. അപ്പൊ ഈ പോവാണ്. ഞാൻ വരും എല്ലാ കൊല്ലവും 2 മാസം ഇവിടെ വരും. പ്രജിനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ട്? എന്താ പറയാ, വിറക്കുന്നു. ഒരു വിറയിൽ തെറി ഒഴിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഒരു വിറയിലും മിടങ്ങനുണ്ട്. ആരെ കോമ്പിനേഷനെ പറ്റി പറയണ്ടേ? ഇപ്പൊ നമ്മള് വീഡിയോയിൽ കാണുമ്പം പ്രജിന്റെ നമ്മുടെ ഒരു മൈൻഡിലുണ്ടല്ലോ. പക്ഷെ നേരിട്ട് വന്ന് പ്രജിനുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോ എങ്ങനെ പ്രജിൻ? അപ്പൊ വേറെ തന്നെ ആള്. പേടിയായി, ആദ്യം പേടിയായി. ഇങ്ങനൊന്നും ആരോടും ചെയ്യില്ലേ. പിന്നെ ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടമാണ് എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. എന്റെ പേര് ഐശ്വര്യ. ഞാൻ താമസിക്കുന്നത് എരിഞ്ഞപ്പാലാണ്.
പിയും എരിഞ്ഞിപ്പാലം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ സൂം ആയിരുന്നില്ലേ, പിയും പി സ്കൂളൊക്കെ എരിഞ്ഞിപ്പാലം തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ സുംബ ക്ലാസ് നോക്കിക്കൊണ്ട് ഡെലിവറി കഴിഞ്ഞ് സുംബ ക്ലാസ്സിൽ പോകണമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ കയറി 1 മാസത്തിൽ കൊറോണ വന്ന് പൂട്ടിച്ചു. അത് കഴിഞ്ഞ് ഒരു അല്ല ഇവിടെ ചോദിച്ചത് കേട്ടോ, അയ്യോ എന്താ പറയുന്നത്, സൊമാറ്റോയിലുണ്ടോന്ന്, ഡെലിവറി ആണോന്ന്? ആ ഡെലിവറി അല്ല, ചൈൽഡ് ബർത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് തടി കുറയ്ക്കാൻ വേണ്ടി ഞാനൊരു സൂംബ ക്ലാസ് നോക്കിയപ്പോഴാണ് പീന്റെ ആഡ് കാണുന്നത്. അങ്ങനെ വന്ന് ജോയിൻ ചെയ്തതാ. ജോയിൻ ചെയ്ത് 1 മന്ത് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കൊറോണ വന്ന് പൂട്ടിച്ചു. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോ അവിടെ തന്നെ ഉണ്ട് പി. വന്ന് കേറിയപ്പോഴാണോ ഇത് പൂട്ടിയത്? വന്ന് കയറി വന്ന് കയറി 2 ആഴ്ചയിലുള്ളിൽ കൊറോണ വന്നു. പിന്നെ ഒരാഴ്ചയും കൂടെ വന്നപ്പോഴേക്കും കൊറോണ വന്ന് പൂട്ടി, സ്ഥാപനം പൂട്ടി, വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു. പിന്നെ പോയി വന്നു, ഒരു 3 വർഷം കഴിഞ്ഞിട്ട് വന്നു, പിന്നെ പോയിട്ടില്ല, അവിടെ തന്നെ കൂടി. പിന്നെ ഒരു കുടുംബമായി. പിന്നെ ഒരു കുടുംബമായി. പിന്നെ എന്തെങ്കിലും അറിയാൻ ഭർത്താവ് പറഞ്ഞു ഇങ്ങോട്ട് വരണം. വീട്ടിലേക്ക് ഇനി വരണ്ട, അവിടെ തന്നെ പായ വിരിച്ച് അവിടെ കിടന്നോളൂ. തന്നെ കൂടിക്കോളാൻ പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ. അപ്പൊ ഹാപ്പി വേണം. ഹാപ്പി ആണ്. ഇനി അടുത്ത ആളിലേക്ക്. എന്റെ പേര് രേഷ്മ. ഞാനൊരു 7 ഭർത്താവ് ഇയേഴ്സ് വരണ്ടായിരുന്നപ്പോളെ ഹാപ്പി ആണ്. അതെ. എന്റെ പേര് രേഷ്മ. ഞാനും എരഞ്ഞിപ്പാലം തന്നെയാ താമസിക്കുന്നത്. ഇതെല്ലാരും ഒരിടത്തൊന്നാണോ? ഞങ്ങളെല്ലാരും ഒരേ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരു 7 ഇയേഴ്സ് ബാക്ക് ഇങ്ങനെ സുംബേന്റെ ഒരു ക്ലാസ് അന്വേഷിച്ച് നോക്കുമ്പോ ഇങ്ങനെ ഗൂഗിളിൽ കിട്ടിയതാണ് പി സ്കൂള്. അപ്പൊ അവിടെ പോയി അന്വേഷിച്ച് അവിടെ ജോയിൻ ചെയ്ത് പിന്നെ ഇതുവരെ പോയിട്ടില്ല, അവിടെ തന്നെയാണുള്ളത്. അത് വലിയൊരു കാര്യം തന്നെ. വലിയ കിട്ടതാ. ഞാൻ മാത്രം സഹിച്ചാൽ മതി. ഈ ടാറ്റൂന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? ഇല്ല, അത് ഇങ്ങനെ ഡിസൈൻ ഇഷ്ടപ്പെട്ടപ്പോ ഷെവറനാണത്. ഓക്കെ. ഈ മിലിറ്ററിക്കാരുടെ ഒക്കെ ബാഡ്ജിലുണ്ടാവും ആ ഒരു. നമുക്കത് മേടിക്കാൻ പറ്റാത്തോണ്ട് കയ്യിലങ്ങ് അടിച്ചു. അത് നല്ല കാര്യം. അടുത്ത ആളിലോട്ട് പോവാം. എൻ്റെ പേര് ശാലിനി. ഞാൻ പി സ്കൂളിൽ വരണമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളാ. തീരെ ഇഷ്ടമില്ലാതെ വന്നതാണ്. എൻ്റെ മോനും കൊണ്ട് ചേർത്താൻ വന്നായിരുന്നു ഞാൻ. മോനെ ചേർക്കാൻ മതി, ഇപ്പൊ അമ്മയായി. അമ്മയായി. മോനെ എവിടുന്ന് ഞാൻ വെള്ളം ഒഴിവാക്കി. അമ്മയായതല്ല, അയ്യോ, അമ്മയല്ല. ചേർക്കാൻ വന്നപ്പോ അതെ, അമ്മയായിരുന്നു. ഭഗവാനെ, ഇതിന്റെ താഴെ നമ്മൾ എന്തൊക്കെ കണ്ടു. കുട്ടിക്ക് ആരെയാ ചായന്നൊക്കെ. ഞാൻ വരുമ്പോഴേ കുട്ടി ഉണ്ടായിരുന്നു എന്തായാലും. അപ്പൊ അവനെ ചേർക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ എനിക്ക് പ്രജിനെ കണ്ടപ്പോ തീരെ ഇഷ്ടപ്പെട്ടില്ല, ഉള്ളത് പറയാലോ. അതിന് ഇഷ്ടപ്പെടാൻ കാരണം ആ പ്രജിന്റെ ലുക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു എന്തോ തകരാറും, കഞ്ചാവാണോ? ഞാൻ കുറെ നേരം നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് രാജോട്ട് അപ്പൊ ദുബായിലായിരുന്നു എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടെ, അവന്റെ ഒരു ലുക്കും അവന്റെ നടത്തും പോരാ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ രാജോട്ടൻ പറഞ്ഞു, എന്തായാലും അവന് ഇഷ്ടല്ലേ, മോന് ഡാൻസ് ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു 1 ആഴ്ചയും കൂടെ നോക്കാൻ പറഞ്ഞു. ആ 1 ആഴ്ച ഞാൻ അങ്ങോട്ട് ചേർന്നു. പിന്നെ എനിക്ക് അതാണ് എന്നും എന്നോട് പറയും, അടി ഉണ്ടാക്കുമ്പോ രാജോട്ട് പറയുന്ന ഒരു കാര്യം അത്. ഏത് നേരത്താണ് എനിക്ക് ആ 1 ആഴ്ച തോന്നിയതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഒരാളെ പുറമേന്ന് കാണുന്നതല്ല അത് നല്ലൊരു കറക്റ്റ് കാര്യം കേട്ടോ. സത്യം. അന്ന് ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഒരാളെ പുറമേന്ന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് പ്രജിനെ കണ്ടിട്ടാക്കി മനസ്സിലായത്. കഞ്ചാവ് അടിക്കുന്ന ഒരു മനുഷ്യനാന്ന് വിചാരിച്ചു. കഞ്ചാവ് തൊട്ട് അപ്പുറത്തു കൂടെയാണെങ്കിൽ ഇവിടെ ബോധം കിടന്ന മനുഷ്യനാണ്. ലഹരി ഒന്നും ഉപയോഗിക്കത്തില്ല, ഒരിക്കലും ഇല്ല. പാവാണ്. ഞാൻ 7 വർഷമായി അവിടെ. 7 വർഷം. 7 വർഷം. അടിപൊളി അടിപൊളി. ഇനിയുമാണ് എല്ലാവരും കാത്തിരിക്കുന്ന പ്രജിൻ ഒന്നുമില്ലാതെ വട്ടപൂജ്യത്തിൽ നിന്ന സമയത്ത്. അങ്ങനെ പ്രജിന്റെ ദൈവം, പ്രജിന്റെ ദൈവം ശരിക്കും കേട്ടോ. ഒരു വട്ടപൂജ്യമായ സമയത്ത് കൈ പിടിച്ച് കയറ്റിയ ദൈവം. അതെ, ദൈവമേ എന്റെ കൈ കൂടെ പിടിക്കുന്നു. ഒരേ കളർ ഡ്രസ് ഇട്ട് വന്നിക്കുക. ശരിക്കും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കാരണം ഇന്ന് നമ്മൾ സന്തോഷിച്ചൊരു ഓണം കൂടുന്നുണ്ടെങ്കിൽ അത് ചേച്ചി ഒരു വ്യക്തി കാരണം അല്ലേ? അല്ല ശരിക്കും, അല്ലെങ്കിൽ ഒന്നും. അപ്പൊ എന്റെ ചോദ്യം എന്തോന്ന് അറിയാവോ? ഒന്നുമില്ലാത്ത പ്രജിൻ, ഓക്കെ, ആ പ്രജിൻ ഇങ്ങനെ ഒരു ഐഡിയ പറയുന്ന സമയത്ത് ലാഭവും നഷ്ടവും ഒന്നും നോക്കിയിട്ടില്ലല്ലോ കൈ കൊടുത്തത്. കാരണം ഇത് പൊട്ടിപ്പോയാലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രജിനില്? 100% പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇല്ല ഇല്ല 100%. എന്താ വെച്ചാൽ ഇത്ര സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആർക്കാ ഫീൽ വരാതിരിക്കുക. അപ്പൊ 100% പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ ഇല്ല എന്നല്ല, എന്താ വെച്ചാല് അതുപോലെ പിന്നെ ഒന്നും അല്ലാന്നല്ല, എല്ലായിരുന്നു. എന്താ ചിലപ്പോ പറഞ്ഞല്ലോ, ഒന്നും അല്ലാത്ത വട്ടപൂജ്യം അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഒരിക്കലും
അതിന്റെ കാര്യത്തില് കഴിവിന്റെ കാര്യത്തിൽ 100% ആയിരുന്നു. ആ. അപ്പം ഞാൻ പറഞ്ഞ ഞാനും എൻ്റെ മക്കളും Student ആയിരുന്നു. സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ശരിക്കും എൻ്റെ മാസ്റ്ററാണ്, ആ. മനസ്സിലായില്ല. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നു ഈ എന്നുള്ളതാണ്. മാസ്റ്ററിൽ നിന്ന് പിന്നൊരു പാർട്ണർ ആകുന്നത് എങ്ങനെയായിരുന്നു? അതെന്താ വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അവിടെ. ഇപ്പൊ പറയുമല്ലോ സജിമോൾ, എൻ്റെ പേര് സജിത തന്നെയാണ്, വിളിക്കുന്നത് സജിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു കോളേജിന്റെ സെന്റർ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പൊ ഞാൻ പ്രജിന്റെ അടുത്ത് ക്ലാസ് പോകുന്ന സമയത്ത് എൻ്റെ ആ ഒരു ഗൗരവം, നമ്മളെ പോലെയുള്ള ആൾക്കാർ തന്നെ, പ്രജിൻ ചെറുതാ, 10-26 ചെറിയ കുട്ടിയാണ്. കാരണം നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഫീൽ ചെയ്യും, ഒരു പയ്യൻ എന്നുള്ള ഫീലാണ് നമുക്കൊക്കെ വരാം. ഒരു മാസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മളെ മൈൻഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആകെ ഒരു രക്ഷ എന്താ, ഇപ്പൊ നമ്മളെ കൂടെ ഞങ്ങളന്ന് കബീർ, അതേപോലെ തന്നെ എല്ലാരെയും എല്ലാരെയും അപ്പം മോൻ മോൾ എന്നുള്ള രീതിയിലാണ് വിളിക്കുക. അപ്പൊ അത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് ചീത്ത പറയാനോ കൺട്രോൾ ചെയ്യാനോ പ്രജിന് ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു പേര് നമ്മളെ ഒന്ന് ചെറിയതാണ് എന്നുള്ളൊരു ഫീല്, നമുക്കൊരു ഫീല് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഐഡിയ ആയിരുന്നു ആ പേരൊക്കെ അന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പേരെന്റെ സ്വന്തമായി എന്നുള്ളതാണ് പിന്നെ സത്യം. ഇപ്പൊ ആര് ചോദിച്ചാലും സജിമോൾ എന്നാണ് പേര്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഗ്രീൻസിൽ ഇതേപോലെ ഇവരൊക്കെ അവിടെ വന്ന പോലെ ഞാൻ ഇതേപോലെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ചെന്നതാണ്. അപ്പം ചെന്ന സമയത്ത് എനിക്കന്ന് സുംബ എന്താണെന്ന് അറിയില്ല, അന്ന് എയറോബിക്സ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പം സുംബ എന്ന ഒരു സംഗതി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അന്ന് ഞാൻ ഡൗട്ടുകൾ ചെല്ലുന്ന വേറൊരു സാറിന്റെ ക്ലാസ് അന്വേഷിച്ചിട്ടായിരുന്നു ഞാൻ പോയിണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അപ്പം എൻ്റെ അടുത്തിരിക്കുന്നു. അപ്പം എന്നോട് പ്രജിൻ അന്ന് ചോദിച്ച ചോദ്യം, ഇതൊക്കെ മാം കളിക്കാൻ പറ്റും. അന്ന് ഞാൻ കുറച്ചൊരു ഏജായി എന്നുള്ള ഭാവത്തിലാണ് അവിടെ പോയിരിക്കുന്നത്. അന്ന് എനിക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു ഏജ് ഉണ്ട്. അപ്പൊ ഞാൻ പോയി, അപ്പൊ എന്നോട് ചോദിച്ചു പ്രജിൻ അടുത്ത്, അന്നേ മോശമില്ലാത്തൊരു ഏജ് ഉണ്ടെന്ന്. ഏജിനൊരു കഥയുമില്ലല്ലോ അല്ലേ? ഏജിൽ കഥയുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുമോ? അപ്പൊ നമ്മളൊരു മൈൻഡിലാണ് ഇനിയിപ്പോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഡാൻസ്. അപ്പൊ പ്രജിൻ മാം ഇതൊന്ന് ചെയ്ത് നോക്കി. എനിക്ക് ഇപ്പൊ പറ്റുമോ അറിയില്ല, ഒരു കാലത്ത് ഞാൻ ചെയ്തത്, നിന്റെ പ്രായത്തിലൊക്കെ ഞാൻ നല്ലോണം അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്താണ്, ഇപ്പൊ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്നൊക്കെ ഒരു ഡയലോഗ് അടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാന്ന് ആ രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അടുത്തിരുന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ കഴിഞ്ഞ് പിറ്റേത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വഴി കൂടെ പോകുമ്പോണ്ട് ആ ക്ലാസ് ഭയങ്കര വൈബായിട്ട്. അപ്പൊ സെൻട്രലിൽ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുന്ന ആള് ഞാൻ എന്നോട് അന്ന് സംസാരിച്ച ആളാ. അപ്പൊ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ എനിക്ക് തോന്നി, അപ്പോഴാണ് എനിക്ക് ആ ഡാൻസ് എനിക്ക് പണ്ട് എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയൊരു സമയം ഉണ്ടാവുമല്ലോ നമ്മൾ കോളേജിൽ. ഞാൻ എനിക്ക് തോന്നുന്നു സ്കൂൾ മുതൽ PG വരെ, അതായത് കോയമ്പത്തൂർ MCA ചെയ്യുന്നവരെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മള് അങ്ങനെയാണല്ലോ നമ്മളെ ലൈഫ്, അത് നമ്മളെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് പോകും. ശരീരത്തിന് പോകുന്നില്ല, മനസ്സിന്ന് അതങ്ങോട്ട്. പിന്നെ ഇതങ്ങോട്ട് വന്നാൽ നമ്മളെ മനസ്സിലേക്ക് ആ ഒരു ആഗ്രഹം, വൈബ് അങ്ങോട്ട് വന്നു. പിന്നെ അങ്ങനെ പ്രജിൻ ക്ലാസ്സിലേക്ക് വരെ. അപ്പൊ പിന്നെ ബാക്കി ശാലുവിന് എന്താണോ ഫീല് വന്നത് അതന്നെ, നമ്മൾ ആ ഒരു ഭയങ്കര അറ്റാച്ച്ഡ് ആവും ആ വ്യക്തിയെ. അല്ലല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് നല്ലൊരു മോനായിട്ടാ തോന്നിയത്. രൂപം അങ്ങനെയാണെങ്കിലും പെരുമാറ്റവും ഒക്കെ രൂപം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പൊ ഞാൻ എനിക്കതല്ലേ എല്ലാം കഞ്ചാവാന്ന് പറഞ്ഞിട്ട് ഇതാ കൃഷ്ണനായിട്ട് കൊണ്ടുവച്ചേക്കുന്നത്. അതല്ല, അതിപ്പോ ട്രെൻഡ് മാറിയില്ലേ. ആ ഒരു എനിക്ക് തോന്നുന്നു 8 കൊല്ലം മുമ്പ് ഒരു താടി മുടിയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും പോലീസൊക്കെ പിടിച്ചിട്ടില്ലേ, വെറുതെ ജസ്റ്റ് പിടിച്ചിട്ട് വെറുതെ പോലീസുകാരൊക്കെ ചോദിക്കും, നീ കഞ്ചാവല്ലടാ. പ്രജന്റ് പറയും, സാറേ എനിക്ക് അതെന്താന്ന് പോലും അറിയില്ല. നീ വല്ലാണ്ട് ഉരുളണ്ടാ. നമ്മളിതൊക്കെ കുറെ കണ്ടാ പറയും. എനിക്ക് കരച്ചിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ബൈക്കിൽ നിന്നൊക്കെ പിടിച്ചിട്ട് ഏട്ടനെ നിർത്തി കുടഞ്ഞിട്ടുണ്ട് പൊരുവേലത്ത്, ഒരു കാര്യമില്ലാതെ. അങ്ങനെ അവർ അസ്യൂം ചെയ്ത് സംസാരിക്കും. പക്ഷെ അല്ല, ഇപ്പൊ അത് മാറി. അന്ന് അത് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. എന്തിനാ അതിന് മാത്രം ഒന്നും ആയില്ലടാ. 2 years ബാക്കും കൂടെ കൊച്ചിയിൽ വെച്ചിട്ട് ചോദിച്ചില്ലേ, ഞാൻ ടീറ്റോട്ടലറാന്ന് പറഞ്ഞപ്പോ പോലീസുകാർ കൊറേ കേട്ടിരിക്കണോ എന്ന് എപ്പോഴെങ്കിലും ഇതിനെ കൂടെ കൊണ്ടുപോകണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ആരെന്നെയോ? ഏതേലും നിമിഷത്തിൽ പറ്റിയത് അബദ്ധമായി പോയി എന്നൊന്നും തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാ മതി. തൊടയെ പിടിച്ചിട്ടേ പറയടാ. ഇല്ലല്ല, ഞാൻ തൊട്ടിട്ടില്ല. അതായത് ആര്യമാളുടെ വർത്താനം എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ കൗണ്ടർ അടിക്കണത് ഞാൻ കൂടെ നടക്കാറില്ല. എനിക്ക് എങ്ങനെ നടക്കും, ഒരു മര്യാദയൊക്കെ വേണ്ട. പക്ഷെ സംസാരം നല്ല രസം കേട്ടോ. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാം. നമ്മളവിടെ വരെ ഇരുന്നെത്തിയ എന്നാ ഞാൻ പറയാം. കഞ്ചാവ് എന്തോ ഓണായിട്ട് കഞ്ചാവ് വൈബ് കണ്ട് തിരിച്ചു പിന്നെ വരുന്ന അതൊക്കെ ഇപ്പൊ ആ ഒരു വൈബിലേക്ക് എല്ലാരും എത്തിയല്ലോ. താടി മുടിയൊക്കെ ഇപ്പൊ ഇപ്പത്തെ ഹീറോ ആയല്ലോ. അതെ. അപ്പൊ ആ ഒരു ഇതിൽ വന്ന സമയത്ത് പല സാഹചര്യം കൊണ്ട് എന്താണെന്നറിയില്ല, അവിടെ ഗ്രീൻസിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ പ്രജി ഗ്രീൻസിൽ മാത്രം ഒരു
അല്ലായിരുന്നു ക്ലാസ് എടുത്തോണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ വയനാട് പല ഏരിയയിലും ഓടി ക്ലാസ് എടുത്ത് വരിക ചെയ്യാം. ഓ ഓക്കെ. അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊക്കെ എത്തി 7:30 മണിയാകുമ്പോൾ ഭയങ്കര ടയർഡായി ഉണ്ടാവും. ഫുൾ ക്ലാസ് ഒക്കെ എടുത്ത് നമ്മളടുത്തേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഏജ് നോക്കണം, ഒരു ചെറിയൊരു മോൻ എന്നുള്ളൊരു മൈൻഡില്ല നമ്മളൊക്കെ. അപ്പോൾ ഭയങ്കര ടയർഡാകുമ്പോൾ നമുക്കെന്നെ തോന്നും, അല്ല ഇന്ന് എടുത്താൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെറിയ ഇതൊക്കെ ചെയ്താൽ മതി നമുക്ക് തോന്നും. പക്ഷെ പ്രജിൻ ചെയ്യില്ല. പ്രജിൻ അത്ര റിസ്ക്. അപ്പോൾ ഞങ്ങൾ വരെ എന്തെങ്കിലും ഒന്ന് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താലൊന്നും വാങ്ങിക്കില്ല, കഴിക്കൂല, ഭക്ഷണം വരെ കഴിക്കില്ല. എനിക്ക് ആ പീഡ അവിടെ തീയിട്ടത് വെറുതെ അല്ല കേട്ടോ, അല്ലേ? തീക്കൊരു തീയുടെ പവർ ഉണ്ട് പ്രജിൻ. ഉണ്ട്. എന്നാലും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പം ഒന്നും കാണാതെ കൂടെ വന്ന് എല്ലാം ആക്കി തീർത്തതാ കേട്ടോ. അത് ശരിക്കും വലിയൊരു കാര്യമാണ്. അതല്ല അതപ്പോൾ അങ്ങനെയല്ല. അപ്പം ആ ഒരു ടൈം വരെ ക്ലാസ് എടുക്കും. അപ്പം അത്തരം സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യുന്നവരെ ഒരു ഭയങ്കര ക്ലാസ് ഡെഡിക്കേറ്റഡാണ്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ ചെറിയൊരു ഇത് പറഞ്ഞാൽ വെച്ചാൽ ഹാപ്പി ആക്കാൻ നോക്കുക എപ്പോഴും സ്റ്റുഡൻസിനെയാണ്. അവിടെ പ്രജിനൊരു തെറ്റ് പറ്റിയത് എന്താ വെച്ചാൽ ഒരിക്കലും ഓണേഴ്സിനെ സൈഡ് നിൽക്കില്ല. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേപോലെ കൊണ്ട് നടക്കാതല്ല, പക്ഷേ എപ്പോഴും ഒക്കെ സ്റ്റുഡൻസിന്റെ സൈഡായി പോകും പ്രജി എന്ന് പറഞ്ഞാൽ. അത് സ്നേഹം കൊണ്ടാട്ടോ, എടുത്ത കുട്ടികളോടുള്ള ആ ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ലേ. ഇപ്പം ഓണർമാർക്ക് അവർക്ക് അവരെ ബിസിനസ് അല്ലേ, അതിലേക്കാട്ടുപരി ആ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുമ്പോഴാണ് ആളപ്പം അവിടെ തെറ്റും, അല്ലാതെ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ ആ ചെറിയ ചെറിയ പ്രോബ്ലം വരുമ്പോഴത്തേക്കിനും അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയും, ഒരു പിക്ചർ കാണിക്കും, ആ ഒരു ഫയറൊക്കെ ആയിട്ടില്ല. എപ്പോഴും പിന്നെ എന്നെ സജു ഞങ്ങൾ ഒന്നിച്ചിരിക്കും പറയും, ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം, ഇതുപോലെ സ്ഥാപനം തുടങ്ങണം ചെയ്യണം എന്നൊക്കെയായിരുന്നു. അപ്പം പിന്നെ പ്രജിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. പ്രജിൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഫീൽ എങ്ങനെ ഉണ്ടാവും? ഇല്ല, നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതേപോലെ ഗ്രീൻസിൽ പ്രജിൻ സ്റ്റോപ്പ് ചെയ്യാന്ന്. ഇന്നിപ്പം പ്രജിൻ പി സ്റ്റോപ്പ് ചെയ്താലും പ്രജിന് വേണ്ടി പാർട്ണർ 1000 പേര് വരും. പക്ഷെ അന്ന് ഒരു പക്ഷെ ആരും വരത്തില്ലായിരിക്കും, അല്ലേ? പൊന്നളവേ ഭയങ്കരം കേട്ടോ. അപ്പം അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞങ്ങളൊക്കെ സംബന്ധിച്ചോളം ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അപ്പം പ്രജിനാണെങ്കിൽ അപ്പം നമ്മളും അത്ര വലിയ ഒരു എന്താ പറയുക സിറ്റുവേഷനിലൊന്നും ആയിരുന്നില്ല അന്ന്. പക്ഷെ ഞങ്ങൾ അത്രയ്ക്ക് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിശ്വാസം ഉണ്ടല്ലോ, നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഒരു സമയം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ആ സമയത്ത് പിന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴേ പറയും, എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, എൻ്റെ അനിയത്തിക്കും മക്കളെയൊക്കെ ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്രജിനുമായിട്ട് പിന്നെ അങ്ങനെ ഒരു പ്ലാനിലേക്ക് വന്നതാണ്. പ്രജിന അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയല്ല എല്ലായിടത്തും. പിന്നെ ഒരു സ്ഥലത്തൊരു നല്ല കഴിവായിരുന്നു കേട്ടോ, നല്ല ക്ലാസ്സും നല്ല എന്താ പറയുക ഡാൻസ് വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ്, ഭയങ്കര അടിപൊളിയാണ്. നമ്മളങ്ങനെ ഒരു കിട്ടില്ല, അത് അവിടെ തന്നെ കിട്ടുള്ളൂ. ആ ഒരു കൊറിയോഗ്രാഫി ഒരു പോയിന്റ്, ഒരു പാട്ട് ഇട്ട് കൊടുത്തോ അപ്പം അത് കൊറിയോഗ്രാഫി ആയിട്ട് അടിപൊളിയായി ചെയ്യുക. ആ ഒരു പ്രത്യേക കഴിവുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സക്സസ് ആവും. ചോദിച്ചില്ലേ ഫ്യൂച്ചറിലേക്ക് സക്സസ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ, അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം ഉണ്ടായി. എന്താ വെച്ചാൽ പ്രജിൻ അത്രയും സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി, എന്തായാലും അവരൊക്കെ പ്രജിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പ്രജിന്റെ പേര് പറയും മാത്രം പറമ്പിലെ കോഴി കൂമ്പു. ഇത് എന്നാണ് ഭയങ്കര കേട്ടോ. പ്രകൃതിയും മൃഗങ്ങളും എല്ലാം പ്രജിന്റെ കൂടെ. കോഴിക്ക് പോലും അസൂയ. ആ കോഴിക്ക് പോലും കോഴിക്ക് അസൂയ. കോഴിക്ക് അസൂയ കോഴിക്ക് പോലും ഇല്ല എത്ര പിടകൾ. ഇപ്പൊ കോഴിക്ക് പോകണ്ടേ, ഇനി പ്രജിന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അത് അങ്ങനെയാണ്. ഇവ കൃഷ്ണനല്ല കേട്ടോ. അയ്യോ, കഴിഞ്ഞ ജന്മത്തിലെ കോഴിയായിരുന്നോ? ഗിരിരാജൻ കോഴിയാന്ന് തോന്നുന്നു. സമ്മതിക്കണം. ട്രോളി കിട്ടിട്ടോ. എന്തൊരു കഷ്ടം. മതി വെറുതെ ആൾക്കാർ പറഞ്ഞോ. അല്ലല്ല, കോഴിയല്ല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കൈ കൊടുത്തു. അതെ, അങ്ങനെയാണ് നമ്മൾ ഞാനും അനിയത്തിയും പ്രജിനും കൂടെ ആയിരുന്നു ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ തീരുമാനത്തിൽ എത്തുന്ന സമയത്ത് ആരെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ പൈസ കൊണ്ട് കളയാൻ, അങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും. ഓപ്പണായിട്ട് പറയണേ, കാരണം ഇതൊക്കെ നിമിഷമാണ് പറയണ്ടേ. അല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 2-3 ആൾക്കാരോട് ചോദിക്കുന്ന പരിപാടി ഒന്നുമില്ല. ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാന്ന് നമ്മളെ ഒരു ഫാമിലി ഹസ്ബൻഡ്, അപ്പൊ ഹസ്ബൻഡ് വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു സ്വാമിജി ഉണ്ട്, സ്വാമിജീൻ്റെ അടുത്ത് പറയും
സ്വാമിജി ഓക്കെ പറഞ്ഞാൽ ഓക്കെ എന്നുള്ളൊരിതുണ്ട്, അതുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അച്ഛൻ, ഏറ്റവും വലുത് അച്ഛനാ. നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും ചെറുതൊക്കെ ഒന്ന് ചോദിക്കണ്ടേ, നമ്മളെല്ലാം നമ്മളെ കയ്യിലില്ലല്ലോ. ഞാൻ പറഞ്ഞു സെൻറ്ററിൻ്റെ വർക്ക് ചെയ്യുന്ന സമയമാണ്, കയ്യിലേക്ക് എമൗണ്ട് വരുന്ന അത്ര ഓവറായിട്ട് വരുന്ന സമയമൊന്നുമല്ല. അപ്പോൾ അത്ര സിറ്റുവേഷനിൽ നമുക്ക് പലരെ ഹെൽപ്പ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും നോ പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം നോ അല്ല. പക്ഷെ എനിക്ക് പുറമുള്ളൊരു അഭിപ്രായം എനിക്ക് അറിയേണ്ട കാര്യമില്ല, എനിക്ക് ഇത്ര ആൾക്കാരത് മതി. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി സന്തോഷം, താങ്ക് യു. കാരണം ഈ പ്രജിനെ ഇത്ര ഇതാക്കിയതിൽ കേട്ടോ, അതിൽ വലിയൊരു പങ്ക് ആൾക്കുണ്ട്. ഇനി കോഴി അല്ല പ്രജിൻ, ഇനി പ്രജിൻ പറയട്ടെ. അല്ല മൈക്കുണ്ട്, മൈക്കുണ്ട്. ഞാൻ ഡോക്ടർ ദിവ്യ. ഞാൻ 2018 വന്നത് പ്രജിൻ്റെ അടുത്ത് ഫോർ സുംബ. ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ബേബി എല്ലാം ആയതിനു ശേഷം ബോഡി ഒരു റിലാക്സ്ഡ്, ഒരു ഫിറ്റായ ഒരു ഫീൽ ഉണ്ടാവില്ല. അപ്പം എൻ്റെ അമ്മയാണ് എന്നെ തള്ളി വിട്ടത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇത്രയും കാലം. സോ അങ്ങനെയാണ് ഞാൻ എത്തിപ്പെട്ടത് ഇവിടെ. പിന്നെ അതിനുശേഷം ഐ തിങ്ക് നമ്മൾ കുറെ ബിസിനസ് ഒക്കെ ചെയ്തിരുന്നു പ്രജിന്റെ കൂടെ, മൂവി എല്ലാം ചെയ്തു. ഒരു പ്രൊഡ്യൂസറും കൂടിയാ, ഒരാളല്ലേ സജിമോള്, അവള്, പിന്നെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സിനിമയ്ക്കുള്ള ടീംസ് ഉണ്ട് ഇല്ലാത്തല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ഡോക്ടർ എല്ലാരും ഉണ്ടല്ലേ? അല്ല ഇനിയും ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ, ഞാൻ മാത്രല്ല, ഈ ഗ്രൂപ്പിൽ വേറെയും കുറെ. വന്നിട്ട് എന്തെങ്കിലും ഗുണം ചെയ്തോ ജീവിതത്തിൽ? ഓഫ് കോഴ്സ്, കാരണം ബോഡി നല്ലോണം ടോൺ ആവും ഈ സുംബ എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്താൽ. പിന്നെ എസ്പെഷ്യലി എന്നെ പോലത്തെ ഒരു പ്രൊഫഷണൽ ഒരാളാകുമ്പോൾ നമുക്ക് ഒരു റിലാക്സേഷൻ എന്ന് വെച്ചാൽ ഈവനിങ് വന്നിട്ട് പ്രജിൻ്റെ അടുത്ത് പി സ്കൂളിൽ വരുന്നതാണ് ഏറ്റവും വലിയ റിലാക്സേഷൻ. ഐ മീൻ റിയലി ലൈക്ക് വർക്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ്ഡ് ആണല്ലോ, വർക്ക് റിലേറ്റഡ്. പിന്നെ വീട്ടില് കുട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ ഹാപ്പിയാ? യാ, ഇറ്റ് ഈസ് ഗുഡ്. ഓക്കേ, ഇനി അടുത്ത ആളിലോട്ട്. എൻ്റെ പേര് പ്രണതി റോയ്. ഞാനും എരഞ്ഞിപ്പാൽ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, കാരപ്പറമ്പ്. സോ ഞാൻ ഡാൻസ് ആക്ച്വലി കല്യാണം കഴിഞ്ഞ ഒരു ബ്രേക്ക് വന്നു. ഡാൻസ് കളിക്കലുണ്ടായിരുന്നു ഇതിന്റെ മുന്നേ. കല്യാണത്തിൽ ബ്രേക്ക്? അതെ, കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് വന്നു, ഡാൻസ് ഒന്നും കളിക്കാതെ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് പെട്ടെന്ന് തോന്നി ഡാൻസ് ഒന്ന് പഠിക്കണം, വീണ്ടും ഡാൻസ് ചെയ്യാനൊരു ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റീല് കാണുന്നത്. പക്ഷെ ഞാൻ പ്രജിൻ സാറിന്റെ ഫാനൊന്നും ആയിരുന്നില്ല കേട്ടോ ആ സമയത്ത്. ഡാൻസ് കണ്ടിന്യൂ ചെയ്യണ വീട്ടിൻ്റെ അടുത്ത് ഒരു ഡാൻസ് ക്ലാസ് ഇതായിരുന്നു എനിക്ക് ഓപ്ഷൻ. സോ അങ്ങനെയാണ് ഞാൻ പീല് വരുന്നത്. അതിന് ശേഷമാണ് സത്യം പറഞ്ഞ സാറിന്റെ ഫാനായത്. സത്യം ഭയങ്കര സപ്പോർട്ടാണ് സാറ്, പറയാതെ വയ്യ. എന്തുണ്ടെങ്കിലും ഞാൻ വീണ്ടും ഡാൻസ് ചെയ്തതും വീണ്ടും ഒരു സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നതും സാറ് കാരണമാണ്. അപ്പൊ അത്രയും സ്നേഹമാണ് സാറിൻ്റെ അടുത്ത്. പിന്നെ അതെ ഭയങ്കര കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ അതിനുശേഷം സജി മാമിന്റെ കോളേജിൽ ഞാൻ ഏവിയേഷൻ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. എല്ലാം കൊണ്ടും വരുന്ന പിള്ളേരെ വേറെ ബിസിനസ്സും ഉണ്ട്. ഇവിടെ ഡാൻസിന് വരുന്ന പിള്ളേരെ ഈ കോളേജിലോട്ട് അങ്ങ് ചേർക്കും. എന്റെ പൊന്നേ, അത് ആക്ച്വലി അങ്ങനെയല്ല. ഞാൻ ആക്ച്വലി ഏവിയേഷനിൽ വർക്ക് ചെയ്തതാണ്, ഞാൻ അയാട്ട് പഠിച്ചതാണ്. സോ ഞാൻ ഏവിയേഷൻ ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. കൂടെ ഞാൻ ഗ്രൂമിങ് ചെയ്യും കുട്ടികളെ. സോ അങ്ങനെ അതും ഒരു ബ്രേക്കൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. സോ ആ സമയത്തായിരുന്നു സാറിന്റെ കൂടെ ഞാൻ ഇതേപോലെ ടീച്ചറായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ക്യാമ്പ്സ് കോളേജിൽ പോകുന്നത്. ടീച്ചറായിട്ട് തന്നെ സാരിയൊക്കെ ഇട്ട് ടീച്ചറൊക്കെ ആയിട്ട് അങ്ങനെ പോയി റീലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോലി ഇട്ട് ശരിക്കും ടീച്ചറായിട്ട് കോളേജില്. സോ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്, അടിപൊളിയാണ്. പീന്ന് പോയാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നില്ല വീട്ടിലേക്ക്, അങ്ങനത്തെ ഒരു ഫീലാണ്. താങ്ക് യു. എൻ്റെ പേര് ലിതു. ഞാൻ തുടക്കത്തിൽ ഞാനും വന്നത് പ്രജിൻ ഫേമസ് ആകുന്നതിനൊക്കെ മുമ്പ് 4-5 വർഷമായി തോന്നുന്നു. എല്ലാ ജിമ്മിലും ഞങ്ങൾ കൊണ്ടുപോയി പൈസ കൊടുക്കും, ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ ഒരു മാസം പോലും തികച്ചു പോവില്ല. അപ്പൊ അങ്ങനെ പി സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യോട്ടോ, ഞാനും മിക്ക ജിമ്മിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ട്രെയിനർമാരുടെ മുഖം കണ്ട നീയൊക്കെ വേണേ ഉണ്ടാക്കടാ ആ വൈബാ കേട്ടോ. 6 മാസത്തേക്ക് പാക്കേജ് എടുക്കും, എല്ലാ ജിമ്മിലും കൊണ്ടുപോയി പൈസ കൊടുക്കും, പക്ഷെ പോവില്ല. അങ്ങനെ ഒന്ന് ട്രയൽ സുംബയ്ക്കും പോയിട്ടുണ്ട് ഞാൻ മുൻപ്, കോഴിക്കോട് തന്നെ. പക്ഷേ പി സ്കൂളിൽ വെറുതെ ഒന്ന് ട്രയൽ നോക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ ക്ലാസ്സിൽ കയറിയതിന് ശേഷം 2-3 ദിവസം അടുപ്പിച്ച് വന്നതിന് ശേഷം നമുക്ക് പോകാനേ തോന്നില്ല. അപ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ. ഇപ്പം എൻ്റെ കൗൺസിലിംഗ് ഫീൽഡാണ്, കുട്ടികളുടെ കൗൺസിലിംഗ് ഒക്കെ. അപ്പം നമ്മുടെ ജോലിയിലുള്ള സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
കൊണ്ടുവന്ന് നമുക്ക് എന്താ പറയാ നമ്മളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, ആ ഒരു വൈബ് എൻജോയ് ഉള്ള ഒരു സ്ഥലം. പിന്നെ എനിക്ക് ആര്യമോളെ കിട്ടി, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇതെന്തോ മരുന്നാ പ്രജിനെ കൊടുക്കുന്നത്? അത് അതിന്റെ രഹസ്യം എന്തുവാ? സ്നേഹം. വാരി വിതറും. ഒരു ഞാൻ ഈ കൊടുക്കുന്ന സ്നേഹം ഒന്നും മായം ചേർത്തിട്ടുള്ള സ്നേഹം ഇവിടെ സ്വീകരിക്കുന്നതല്ല. അപ്പൊ ക്ലാസ്സിന് തന്നെ പ്രത്യേകത ഉണ്ട്. കാരണം ബോറടിക്കില്ല, നമുക്ക് ആ ടൈം പോകുന്ന ഒന്നും അറിയില്ല. നല്ല രസം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് റിചിത. ഞാനീ പറഞ്ഞ പോലെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. പിന്നെ എന്താ വെച്ചാൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ പി സ്കൂളിൽ നിന്ന് കണ്ടു. അപ്പോൾ പി സ്കൂൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്കൂൾ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കറിയില്ല സാറ് ഇങ്ങനെ റീല് ചെയ്യുന്നതോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് സ്റ്റുഡൻസൊക്കെ പറഞ്ഞു സാറ് ഇങ്ങനെ റീല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ടാണ് സാറ് റീല് കാണുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കും ഇത്രയും ഫേമസ് ഒരാളെടുത്താണല്ലോ ഞാൻ എത്തിപ്പെട്ടതെന്ന്. പിന്നെ എന്താ വെച്ചാൽ അവിടെ ചെന്നാൽ ഇവർ പറഞ്ഞ പോലെ തന്നെയാണ്, ഭയങ്കര അടിപൊളി വൈബാണ്. പിന്നെ എന്താ വെച്ചാൽ സാറ് അങ്ങനെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ശാലുവിനെ ഇവരൊക്കെ കണ്ടപ്പോൾ ചോദിച്ചാൽ നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വളരെ സന്തോഷം. ഇന്നത്തേക്കുള്ളതായി അവള് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാം. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും സാറ് ചെയ്യണം, അങ്ങനെ സാറിങ്ങനെ നമ്മളെ കമ്പൽ ചെയ്യും ചെയ്യണോ അങ്ങനെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് എവിടെയെങ്കിലും, എനിക്ക് ആദ്യമൊക്കെ വന്ന സമയത്ത് താളം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് നോട്ടീസ് ചെയ്ത് സാർ അത് നമുക്ക് പറഞ്ഞു തരും, അതാണ് ഈ പ്രശ്നം എന്ന്. പിന്നെ നമ്മൾ അതനുസരിച്ച് ചെയ്ത് അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല. മൊത്തത്തിൽ കളർഫുള്ളാ, അടിപൊളിയാ. ഇവരൊക്കെ ഇപ്പൊ എല്ലാരും പ്രജിൻ ഇവരെ പറ്റി പറയാനുള്ളത് എന്തുവാ? കുരുത്തം കെട്ട പിള്ളേരാണ്. ഒറ്റ വാക്കില് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ചുറ്റും പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് സ്റ്റുഡൻസ് ആയിട്ട് എപ്പോഴും ബോയ്സ് വളരെ കുറവാണ്. അത് എന്താണെന്നറിയില്ല. അപ്പം പക്ഷെ വെറുതെ പറയാണ്. ഞാൻ അയൻചേട്ടനെ കണ്ടപ്പോ തന്നെ അയൻചേട്ടനോട് നല്ല സ്നേഹം. എനിക്കൊന്നും കിട്ടുന്നില്ലെന്ന്. എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കിട്ടിയ ഭാഗ്യം അതാണ്. ഗേൾസിന്റെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇവരുടെ അതായത് ഇവര് എൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹം ഞാൻ കുറച്ച് കൊടുക്കുമ്പോൾ ഇവർക്ക് വലുതായിട്ടാണ് തിരിച്ചു തരുന്നത്. കൂടുതലായിട്ട് തരും. കൂടുതലായിട്ട് കിട്ടും. അതിപ്പം ഞാൻ കല്യാണം വരെ കൊടുത്ത പെൺകുട്ടികളുടെ അടുത്തുനിന്ന് ചീത്ത മാത്രമായിരുന്നു. കല്യാണം കഴിഞ്ഞു എന്തോ കേട്ടില്ല. കല്യാണത്തിന് മുന്നേ വരെ ഞാനൊരു പ്രേമം പറയുമ്പോൾ എപ്പോഴും റിജക്ഷൻ ആയിരുന്നു. എനിക്കൊരു ഇഷ്ടം കിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്നല്ല, ഒറ്റയൊന്നും കിട്ടിയില്ല, ഒറ്റയൊന്നും പ്രേമം യെസ് പറഞ്ഞില്ല. പിന്നെ ആര്യമോള് പറഞ്ഞപ്പോഴാണ്, ആര്യമോളുടെ അടുത്തു നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു, അതാണ് ഞാൻ ആര്യമോള് പറഞ്ഞ എടുക്കാൻ കാരണം ആകെ ഒന്നല്ലേ പറഞ്ഞുള്ളൂ, അതാണ്ടാ. അല്ല ബാക്കിയൊക്കെ പ്രൊജക്ട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്. അതാണ് ഇത് ഞാൻ ഇങ്ങോട്ടാണല്ലോ. അതായപ്പോ ഞാൻ ഒന്നും നോക്കിയില്ല. അതുകൊണ്ടാണ് 22 ഞാനും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞത്. പിന്നീട് ഇങ്ങനൊന്നും കിട്ടില്ല, മനസ്സിലായി, പറന്ന് കെട്ടി. അതെ. എന്നിട്ട് പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവര് പിന്നെ ജീവിതത്തിലേക്ക് വരുന്നത് മുഴുവനും ഗേൾസായി. അപ്പൊ പിന്നീട് ഇപ്പൊ സജിമോള് പാർട്ട്ണർ ആണെങ്കിലും ഒക്കെ ഒരു ഗേൾസിന്റെ അപ്രോച്ച് വല്ലാണ്ട് കൂടി തുടങ്ങി. ജീവിതത്തിൽ ഒരുപാട് റിജക്ഷൻ ഒക്കെ കിട്ടിയപ്പോ ആൾക്ക് സ്ത്രീകളെ കൊണ്ട് ഞാൻ ചുറ്റിലും മൊത്തം ആകർഷിക്കപ്പെടണേന്നൊക്കെ. അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചില്ല. അങ്ങനെയല്ല, എന്തോ ഒരു പൂജ വരെ ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പൂജ വെറുതെ പറയാം. അതെ ഞാൻ ചോദിക്കുന്നത്, എന്റെ കൂടെ ഒരു 10 പെൺപിള്ളേര് വരണമെങ്കിൽ എന്ത് കൊടുക്കണം? അതോ 10 പെൺകുട്ടികള് വരണമെങ്കിൽ അയൻചേട്ടനെ അട്രാക്ട് ചെയ്യാനാ? എന്നെ അട്രാക്ട് ചെയ്യണം. ഞാൻ ഇരുന്നാൽ തന്നെ എന്നെ നോക്കണം. അതാണ് അവിടെയൊക്കെ മോന്ത കണ്ടോ എടുത്തെറിയാൻ. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അല്ലല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഓപ്പൺ ആയിട്ട് ഉത്തരം പറയണം. ഓണമാണ്, കള്ളത്തരം പറയല്, മായ പറയല് പറയാറില്ല. നിങ്ങൾ പ്രജിനോട് ഇത്രയും സ്നേഹം കാണിക്കുക പ്രജിന്റെ ലുക്കാണോ? ഒരിക്കലും അല്ല. ഉള്ളത് പറയണം. ഒരിക്കലും അല്ല.
പിന്നെ പ്രജിന്റെ എന്തോ മനസ്സാണോ? മനസ്സ് സ്വഭാവം, അതായത് സ്നേഹം. ഞാൻ പറഞ്ഞു എന്തോ ഒരിക്കലും ലുക്കല്ല. അല്ല, സത്യം പറയാലോ, ഞാൻ ഫസ്റ്റ് വന്ന് അവിടെ കേറി ഇരുന്നപ്പം ഞാൻ ഷൂസ് ഇട്ടുകൊണ്ടിരിക്കുക, എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇവനെന്തോ അവിടെ ക്ലീൻ ചെയ്തോണ്ട് വരികയാണ് പുറത്തേക്ക്. ഞാൻ ശരിക്കും വെച്ച് അവിടെ ആരും ക്ലീൻ ചെയ്യാൻ വന്ന അല്ല, ഹി വാസ് ക്ലീനിങ്. അവൻ എല്ലാ പണിയും ചെയ്യും, അങ്ങനെ ഇത് അത് ഇതൊന്നുമില്ല, എന്തും ചെയ്യും. അപ്പൊ അവൻ തന്നെ അവിടെ നമുക്ക് പിന്നെ സംസാരിക്കാല്ലോ. ഭംഗി കുറെ ഉണ്ടായിട്ട് വൃത്തികെട്ട സ്വഭാവമാണെങ്കിൽ എന്തിനു പറ്റും? അല്ല, ഇതിലെ ഈ കമന്റ് പോലെ ഉറപ്പായിട്ടും അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു, ഭംഗിയുണ്ടെങ്കിലും. അല്ല, ഞാനിപ്പം തന്നെ ഈ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പെണ്ണിന് ഒരാണിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലും തുടർന്ന് പോകത്തില്ലല്ലേ? ശരിക്കും പ്രജിന്റെ കൂടെ ഓരോ ദിവസം സ്ത്രീകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത്രയും കംഫർട്ട് അവിടെ അല്ലേ? സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും സേഫായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോണ്ടല്ലേ. എവിടെയാണ് ഇങ്ങനെ പെണ്ണുങ്ങൾ ഒരു ഒത്തൊരുമയോട് കൂടെ നിൽക്കണ കണ്ടിട്ടില്ല. അത് പ്രജിൻ തരുന്ന അതൊരു ബാലൻസിങ് സ്നേഹം. അതാണ് ഓരോരുത്തർക്ക് ഏത് രീതിയിലെ സ്നേഹം അതറിയാം. നിങ്ങൾക്ക് ഈഗോ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പോഴും കൂടെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട്. അല്ല, ഞാൻ ഈഗോ ഉദ്ദേശിച്ചത് ഇപ്പം പ്രജിന് ഇപ്പൊ കൂടുതൽ സ്നേഹം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈഗോ വരും. ഉറപ്പായിട്ടുണ്ട്. അത് ലേഡീസ് ആണെങ്കിൽ എന്തായാലും സ്നേഹത്തിന്റെ എല്ലാം ഉണ്ടാവും. അല്ല, ലേഡീസിന് പൊതുവേ ഉള്ളതാ. അതുള്ളതാ. പിന്നെ വേറൊരു കാര്യം, ഏതൊരു പെൺകുട്ടിയും അറ്റൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ പെണ്ണിന് വേണ്ട അറ്റൻഷൻ ഓരോരോ പെണ്ണുങ്ങൾക്കും ആ ഒരു അറ്റൻഷൻ സാർ കൊടുക്കുന്നത് അത് ഭയങ്കര ഒരു എനിക്ക് കുറച്ച് കൂടുതൽ ഞാൻ ചോദിച്ച അറ്റൻഷൻ വാങ്ങിക്കുന്നതാണ്. അല്ല, ഇപ്പൊ ഞാൻ പറയാൻ കാരണമേ, ഈ ഇപ്പം 1 മില്യൺ അടിക്കാൻ പോകുന്ന ഒരു റീല്, അപ്പൊ ആർക്കാണല്ലോ ഒരു ആഗ്രഹം കാണല്ലോ ഫ്രണ്ടിൽ നിൽക്കണമെന്നല്ലേ? അപ്പൊ പ്രജിന് ഇവരോടുള്ള ഇടപെടൽ കണ്ടിട്ടാണോ ഫ്രണ്ടിൽ നിർത്തുന്നത്, ഇവരുടെ കഴിവ് കണ്ടിട്ടാണോ? കഴിവ് കണ്ടല്ലേ? ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് കിട്ടിയ ഭാഗ്യം ഇവര് ഡാൻസ് പഠിപ്പിച്ച് പൊലിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂവ്സ് ഒക്കെയാണ് ചെയ്യാറുള്ളൂ. ഇവര് ആക്ച്വലി എല്ലാവരും നല്ല ഡാൻസേഴ്സാണ്. ഞാൻ അങ്ങനെ ഡാൻസ് വൈസിനും ഞാൻ പിന്നെ ഒരു ഡാൻസ് ആര് പെട്ടെന്ന് വന്നു കഴിഞ്ഞാലും ഡാൻസ് നല്ലതാണെങ്കിൽ ചെയ്യുന്ന ഒരു ഗ്രേസ് ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഫ്രണ്ടിൽ നിർത്തും. പിന്നെ അത് മാത്രല്ല, ക്ലാസ്സിൽ സ്ട്രിക്റ്റ് ആണ്. ഇതുപോലല്ല, അല്ല, ക്ലാസ് എടുക്കുമ്പം കറക്റ്റ് പ്രൊഫഷണൽ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. മുന്നിൽ നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, ഞാൻ എങ്ങനെ പറയാ, ആയ തുറന്നാൽ വേണ്ട, ഭാര്യയാണ് നല്ലത്. അയ്യ, അങ്ങനല്ല. ഈ ചീത്ത വാക്കുകളല്ല, പക്ഷെ നിങ്ങൾ കേൾക്കാത്ത കോഴിക്കോട് സ്ലാങ്ങിലുള്ള ചീത്തകള്. അല്ല, ജസ്റ്റ് ഒന്ന് അഭിനയിച്ചു കാണിക്കും, തെറി ഇല്ലാതെ ഒന്ന് അഭിനയിച്ചു. ഞാൻ ഒരു സ്റ്റുഡന്റാ, പറ എന്ന് പറഞ്ഞിട്ട് ചെളുക്ക എന്നുള്ള വേർഡൊക്കെ വരുന്നൊക്കെ കോഴിക്കോട് സ്ലാങ് ആണ്. അതൊക്കെ ഇനിയിപ്പോ എന്താ കമന്റ് ആയിട്ട് വരും എനിക്കറിയില്ല. കൂമെന്നൊക്കെ അതൊക്കെ വിളിച്ചാ കുതിരെ, മൂരി, ഇതൊക്കെ അയ്യോ അത് വേണ്ട. അല്ല, വാണം തെറിയല്ലോ. അല്ല അല്ല, മേളോട്ട് വിടുന്ന വാണത്തെ വാണോ എന്നാ പറയുന്നത്. അതെ, അത് ശരിയാ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ. ആ തെറികളൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ ചീത്ത പറയും നന്നായിട്ട്. അതായത് ഞങ്ങളൊക്കെ ഇത്രയും വലിയ സ്ത്രീകൾ അങ്ങനെയൊന്നുമില്ല, പ്രജിന്റെ സ്റ്റുഡൻസ് ആണ്. സ്ത്രീകൾ എന്ന് പറയാൻ പറ്റത്തില്ല, വാണോന്നൊന്നും നീ സ്നേഹം കൊണ്ട് പറയുന്നതാ. സ്നേഹം കൊണ്ട് തന്നെയാ ചീത്ത പറയണേ. അല്ലാതെ ഇപ്പൊ ഞാൻ എനിക്ക് മുന്നിൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലെന്നാ ഞാൻ പറഞ്ഞു. ഈ ദേഷ്യം അത് ഒത്തിരി നേരം നിൽക്കുവോ? ഇല്ല. നമ്മളെ ചീത്ത പറഞ്ഞ അത്രയ്ക്കും ടെൻഷൻ ആയിരിക്കും. ബ്രജിൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ചീത്ത പറഞ്ഞു പോയല്ലോ, പക്ഷെ ഞങ്ങളുടെ തന്നെ ആയിരിക്കും തെറ്റ്. പക്ഷെ ഈ ചീത്ത പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ അല്ലേ? അതാണ്. പക്ഷെ അത് ബ്രജിൻ തന്നെ പിന്നെ അതിന് സങ്കടാവും. ഞാൻ പറയണ്ടില്ലായിരുന്നു. കൂട്ടത്തിൽ ബ്രജിന് ഏറ്റവും കൂടുതൽ അടിയിടുന്ന ആരുമായിട്ടാ? അടി കിട്ടുന്നോ? അടി കിട്ടുന്നില്ല. ഞാനും ഞങ്ങളുടെ അധികം ഇതിന്റെ മുന്നത്തെ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്.
ദിവ്യയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ ചീത്ത വിളിക്കൂ, പ്രജനാണെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല. കോഴിക്കോട് സ്ലാങ് അത് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷ് പറഞ്ഞാല് സാറിന് പെട്ടെന്ന് ദേഷ്യം വരും. ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറഞ്ഞാല് എന്താടി ഭയങ്കര ദേഷ്യം. മലയാളത്തിൽ പറയടി, മലയാളി ഇംഗ്ലീഷ് തെറി വിളിക്കുന്നോടി ബ്ലഡി ഫുൾ. അത് എന്താന്ന് വെച്ചാല് അവൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാ. അപ്പൊ അവനിക്ക് ഇതുപോലെ ദേഷ്യം വരുമ്പോ എനിക്കും ദേഷ്യം വരും. എക്സാക്ട് സെയിം ക്യാരക്ടറാണ്. ദേഷ്യം കുറവാരില്ല കാണിക്കുന്നത് കൂട്ടത്തെ. അല്ല പ്രജിൻ പറയട്ടെ. ഈ കൂട്ടത്തില് ഞാൻ അനഘനോട് ഇവര് 3 പേര് കൈയടി രേഷ്മയ്ക്കൊക്കെ ചീത്ത കേക്കും. ബാക്കി ഇവര് 1 2 3 4 ദാറ്റ്സ് 4 പേര്. അവര് അധികമായിട്ടില്ല വന്നിട്ട്, അതുകൊണ്ടാണ് അവർക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. അവർക്ക് ചാൻസ് കിട്ടിയിട്ടില്ല, അതാണ്. ഓ ഓക്കെ 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 ഓക്കെ. ഇവരിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ആർക്കാ? ശാലു. ഷാലു. അതേന്ന് അതെ അതെ എന്ത് ഓണായിട്ട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ പറഞ്ഞോണ്ടാ അല്ലേ? അല്ല, ഷാലുവിനെ കാണാൻ ഒരു പ്രത്യേക അഴകുമുണ്ട് കേട്ടോ. താങ്ക് യു. സന്തോഷം. ഇതൊന്നും വല്ലാണ്ടൊന്നും ഓണ സെലിബ്രേഷന് ഓണം ഒരു 2 കുട്ടികളുണ്ട് ഇപ്പൊ, 2 കുഞ്ഞുമക്കള് നല്ലൊരു പെയറിംഗ് ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്നോട് കാര്യമായിട്ട് വിളിച്ചു പറയാ, നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ജോഡി അവരാണല്ലേ. അതിപ്പോ ഞാൻ പറയട്ടെ, അത് എന്റെ ഇതല്ലേ ഞാൻ പറയണത്, എന്റെ ഒപ്പീനിയൻ ആണ് അത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്ന്. അത് പിന്നെ ഞാൻ എന്തിനാ ബാക്കിയുള്ളവരെ നോക്കണത്? അത് വേണ്ട. അല്ല, നമുക്ക് ഫസ്റ്റ് നമ്മൾ കണ്ണാടി നോക്കിയാൽ നമ്മളെയാണ് ആദ്യം ഭംഗി വേണം, നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതേടാ പറഞ്ഞ ഞങ്ങളാണ് ഭംഗി. നിങ്ങൾക്ക് തോന്നണ്ട, അത്രേ ഉള്ളൂ. അത് കേട്ടുള്ളൂ. ഈ ടാറ്റൂവിന്റെ പിന്നെ വല്ല രഹസ്യമുണ്ടോ? ഇത് സത്യം പറഞ്ഞ ഇത് ഇങ്ങനെയല്ല, ഇത് ഫുൾ ഹാൻഡ് അടിക്കാൻ നിന്നാ ഞാൻ. ഇത് മറ്റേ ലയൺ ഫേസ്ഡ്, അതായത് മെൻ വിത്ത് വുമൻ വിത്ത് ലയൺ ഫേസ്ഡ്, ഒരു മെയിൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സ്ത്രീ എന്നാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ് നല്ലൊരു കൈയല്ലേ, മൊത്തം അടിച്ച് കൊളാക്കണ്ട, എത്ര മതി, കൈ മെലിഞ്ഞ ഇത് വലുതായി കാണിക്കുന്നു. അതിനുശേഷം കൈ പിന്നെയും തടിച്ച്, അപ്പൊ ഇത് ചെറുതായി പോയി. കൂട്ടത്തിൽ പാട്ട് പാടുന്ന ആരാ? അടിപൊളി. എന്നാ ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഇഷ്ടമുള്ള പാട്ട് സ്ഥിരം പാട്ട് പാടാം. സ്ഥിരം പാട്ട് പാടിക്കാം. പിന്നെ വേറൊരു കാര്യം, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ചേട്ടാ. ഞാൻ ആക്ച്വലി പീല് തന്നെ ഒരു കുറച്ച് ഭയങ്കര ഞാൻ ഫാനായ കുട്ടികളിൽ ഒരാളാണ് ഷാലു. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള, അതായത് അത് പിന്നെ ആ ഷാലു ആണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു സ്റ്റുഡന്റ് എന്നുള്ള അവിടെ പീല് കൂട്ടത്തിൽ വന്ന ആരാ? ഡാൻസ് ആണെങ്കിൽ രേഷ്മ. ഫസ്റ്റ് പീല് വന്ന ദിവ്യ. ഫസ്റ്റ് ദിവ്യ അല്ലേ? ഞാൻ ഫിറ്റ്നസിനായിട്ടാണ് വന്നത്. രേഷ്മയും വന്ന സുംബയ്ക്ക്. നോട്ട് ഫോർ ഡാൻസ്. ഡാൻസിനല്ല, ഡാൻസിന് ഷാലു ആണ് ഫസ്റ്റ് വന്നത്. അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? പാട്. പ്രണതിയൊക്കെ സൂപ്പർ ഡാൻസറും കൂടിയാ, ഭയങ്കര പവർഫുൾ ഡാൻസർ. മൊത്തത്തിലൊരു എനർജിയുള്ള ടീം. അയ്യോ, ഞാൻ അത് ചില സ്റ്റൈൽ നമ്മുടെ കുട്ടികൾ പലർക്കും പല ഓരോരോ ആൾക്കൊരു യൂണിക് ഉണ്ട്. അതിൽ ഷാലുവിൻ്റെ ഒരു ഇത് വേറെ, പ്രണതി എല്ലാവർക്കും ഓരോരോ. ഇപ്പോൾ ഇവരെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഇവരെ ഡാൻസ് ചെയ്യുന്നത് കണ്ടാൽ ഒരിക്കലും പറയില്ല ഇവളൊരു ഡോക്ടറാണ്, ഇവളെ എഞ്ചിനീയറാണ്, മറ്റേ ഇതാണ്, ഇവർ ടീച്ചറാണ് എന്നൊന്നും പറയില്ല. അപ്പോൾ അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ശരിക്കും നിങ്ങളെ കണ്ട ഒരു കുട്ടിയുടെ അമ്മയാന്ന് പോലും പറയത്തില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. അത് ഫ്രണ്ടിൽ തന്നെ എഴുതി ഉറപ്പായിട്ടും. അപ്പൊ ഇനി പാട്ട് സ്ഥിരം പാടുന്ന പാട്ട് ഞാൻ വീണ്ടും പാടാം. മതി. അനൽ മേലെ പനിത്തുളി അലൈപ്പായും ഒരു കിളി. ഓ അടിപൊളി. അപ്പൊ ഡാൻസ് മാത്രമല്ല പാട്ട് കൊണ്ടും തെളിയിച്ചു. എല്ലാവരും പൊളിയാ. അപ്പൊ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ടാസ്ക് തരുമോ? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രജിൻ മാസ്റ്ററിനെ പറ്റി ആദ്യം നല്ലത് പറയുമോ? ഞാൻ സ്റ്റാർട്ട് പറയുമ്പം, ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പം പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു. ഓക്കെ, റെഡി? അപ്പൊ തുടങ്ങാം. സ്റ്റാർട്ട്. പ്രജിൻ സാറിന്റെ ഏറ്റവും നല്ല കാര്യം ഒരു മറിയില്ലാതെ 100% എക്സ്പ്രസ് ചെയ്യും. സ്റ്റോപ്പ്. ഇതുപോലൊരു ജീവി മലയാളി ആൺകുട്ടികൾ കാണൂല. വൺ ആൻഡ് ഓൺലി പീസ്. ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഇങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല. നെഗറ്റീവാണ്, പോസിറ്റീവ് ഇല്ല. അത് നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് ആയിക്കോളി. ഫസ്റ്റ് തുടങ്ങിയതല്ലേ. ഓക്കെ, ഇനി അടുത്ത ആളിലേക്ക് പോവാം. ഇത്ര നല്ല മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല ഞാൻ ജീവിതത്തില്. ഓക്കെ,
പറ സ്വിച്ച് ചെയ്യ്. അതെ ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഇനി പോസിറ്റീവ് പറയാൻ വയ്യ. പിന്നെന്താ എങ്ങനെ ഓരോരുത്തരുടെ കഴിവും എങ്ങനെ പുറത്തെടുക്കണം എന്നൊക്കെ നന്നായിട്ട് അറിയാം. സ്റ്റോപ്പ്. ഇങ്ങനെ ഒരു മനുഷ്യൻ, എൻ്റെ 5 വയസ്സുള്ള കുട്ടി പറയുന്ന തെറി കേട്ടാലുണ്ടല്ലോ, ആ സുംബ ക്ലാസ്സിൽ 2 ദിവസം വന്നിരുന്നിട്ടേ ഉള്ളൂ. രാത്രി 12 മണിക്ക് സാറ് പറയുന്ന തെറി എന്നെ പറയാ. എന്താ ഞാൻ ചെയ്യാ? ഞാൻ എത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തിയതാണെന്നറിയോ? അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ പറയട്ടെ. അല്ല ഞാൻ ഭൂലോകം ഇനി തെറി. ഓക്കെ എല്ലാ തെറിയും നന്നായി, വളരെ നന്നായി. ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരാൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രയും സപ്പോർട്ട് ചെയ്യും സാറ്, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമുക്കിപ്പോ ഇൻ കേസ് നമുക്കിപ്പോ ഒരു സ്റ്റെപ്പ് കിട്ടുന്നില്ല സാർ കുറെ പറഞ്ഞു തരും. പിന്നെയാണ് നമുക്ക് ചീത്ത കേൾക്കാം. പക്ഷെ സാർ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യന്റെ ലൈഫിൽ ഞാൻ കള്ളത്തരമാണ്. അത് കഴിഞ്ഞ് ക്യാമറ ഇതൊരു ടാസ്ക് മാത്രമല്ലേ? അല്ല ഇത് ടാസ്ക് മാത്രം പറഞ്ഞുകൊണ്ട് മാത്രാട്ടോ, എനിക്കൊന്നും നെഗറ്റീവ് പറയാനില്ല. അല്ല ഈ സ്വിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്ത് പോയി. ഓക്കെ റെഡി. അടുത്ത് പ്രജിൻ ഭയങ്കര പോസിറ്റീവാണ്. ഫുഡ് കഴിച്ചോ ഇടയ്ക്കിടയ്ക്ക് എല്ലാരോടും ചോദിക്കുന്ന ഒരു സ്വഭാവമാണ്. സൂക്ഷിച്ചു പോണം എന്നൊക്കെ പറയുന്ന ഒരു, ഇത്രയും നെഗറ്റീവായ ഒരു മനുഷ്യല്ല. വെള്ളം പോലും കുടിക്കാതെ ഡാൻസ് ചെയ്യാൻ പറയും. പോകുമ്പോ എവിടെ തലകുത്തി വീണാലും വേണ്ടില്ല, നാളെ ഡാൻസ് ക്ലാസ്സിൽ വരാൻ പറയും. ഇത് ടാസ്ക് മാത്രമായിട്ട് നിങ്ങൾ കാണും. ടാസ്ക് മാത്രമാണ് കേട്ടോ. തങ്കം പോലത്തെ ഒരു മനുഷ്യനെ ഞാൻ വളരെ ഓക്കെ റെഡി. പോവാം. ഓക്കെ ഇനിയുമാണ് എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ലെങ്കിൽ ഒരു ഹാപ്പി ഓണമെങ്കിലും ക്യാമറ നോക്കി പറയാം. മതി തൽക്കാലം ഒരു ഹാപ്പി ഓണം. ഇനി പ്രജിന് പറയാം. സ്റ്റാർട്ട് പറയുമ്പോ ഇവരെ പറ്റി പൊക്കി അടിക്കുക, സ്റ്റോപ്പ് പറയുമ്പോ അങ്ങ് അടിച്ചോ. റെഡി? ഇത് ഓക്കെ റെഡി സ്റ്റാർട്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഏറ്റവും ഭാഗ്യമാണ് സുന്ദരി കുട്ടികള്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരാണിനും കിട്ടാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇത്രയും സൗന്ദര്യം എന്ന് പറഞ്ഞാല് അത് ഒരാണിന്. എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയ ആണുങ്ങളെ മെസ്സേജിൽ വരുന്ന തെറി അവരുടെ അസൂയാണെന്ന് ഞാൻ മനസ്സിലാക്കും. എനിക്ക് ഇത്രയും ചെവിതല കിട്ടാത്ത കുറെ എണ്ണം എൻ്റെ ഇത് ആരാ രോഗം കൊണ്ടാന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് പ്രഷറും സ്വൈര്യക്കേടും പണ്ടാറും പ്രഷർ നിർത്തി വേറെ വയ്ക്ക് പോയാലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഹൈലി പ്രഷർ. ഞാൻ ഒക്കെ കഴിഞ്ഞ വീട്ടിലെത്തുമ്പോൾ മെസ്സേജ് വഴി കോള് വഴി വളരെ മറ്റോളെടുത്തില്ല, എന്നെ എടുക്കും. എന്നിട്ടോ 75 മുകളിൽ വെയിറ്റും അതും നടക്കൂല. വസ്തനും പറ്റാത്ത കൂട്ടത്തിൽ സൂപ്പർ. ഇനി പറഞ്ഞോ. പിന്നെ എന്റെ ഹസ്ബൻഡ് വളരെ സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. വിഷമം പറഞ്ഞാൽ മതി, അങ്ങേർക്ക് മനസ്സിലാകും. ബുദ്ധിയാണ് സാറേ ഇയാളുടെ മെയിൻ. പിന്നെ ഇങ്ങനെ റീല് തുടങ്ങിയോ അന്ന് തീർന്നത് എന്റെ കഷ്ടകാലം. നാട്ടുകാരുടെ വീട്ടുകാരുടെ വായിന്ന് കേട്ട് ചെവിയിൽ വെള്ളം ഒഴിച്ച വരെ ഉളുപ്പില്ല സ്ത്രീയെ ഇത്രയും സ്ത്രീകളുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പുരുഷനെ ഭർത്താവെന്ന് പറഞ്ഞ് നടത്താൻ തന്നെ. അല്ല ഇത് പറഞ്ഞത് സത്യമാണോ അതോ ഗെയിമാണോ? വേദനയാ പറഞ്ഞത്. പ്രജിന എന്റെ വൺ ഓഫ് ദ ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ നല്ല സ്വഭാവം, എന്റെ അതേ ഗുഡ് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ചെയ്തിട്ട് നമ്മള് ഫ്രണ്ട്സ് ആയത്. പക്ഷെ ഇത്രയും ചൂടാവുന്ന ഒരാളെ തൊട്ടേനും പിടിച്ചേനൊക്കെ ദേഷ്യം പിടിച്ച് പറപ്പിക്കും നമ്മളെ. സാറ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. സത്യമായിട്ടും ആ ഡെഡിക്കേഷൻ കൊണ്ടാണ് സാറ് ഈ ഒരു ഇതിലെത്തിയെന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയും വലിയൊരു വായ നോക്കി കോഴിക്കോട് അങ്ങാടിയില് വേറെ ഉണ്ടാവൂല. അയ്യോ ഇത് വളരെ അധികം സത്യമാണ്.
വെറുതെ പറഞ്ഞ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വെറുതെ പറഞ്ഞതാണ്. ഇത്രയും പെമ്പിള്ളേരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണല്ലോ. പക്ഷെ അതിന്റെ ഇടയിൽ ആര്യമോക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി അതേപോലെ കൊടുത്ത് കുഞ്ഞു കുട്ടികളെ പോലെ കൊണ്ടെടുക്കുക. എനിക്ക് നെഗറ്റീവ്സ് പറയാൻ ഇപ്പൊ ഇല്ല. അയ്യോ അത് മതി, ഇത്രയും പേര് പറഞ്ഞിട്ട് അത് നടക്കത്തില്ല. ആ റൂം മുഴുവൻ ഡ്രസ്സ് മടക്കി വെക്കാതെ വെച്ച് തന്നിട്ട് ബാക്കി കാറിലും. അപ്പൊ അടുത്ത സാറെ കോറിയോഗ്രാഫി പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം മെസ്സേജിലൂടെ വരാറുണ്ട് ചെങ്ങയ്ക്ക് 4 സ്റ്റെപ്പ് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയ കോറിയോഗ്രാഫിയാണ് സാറത്. പിന്നെ എല്ലാം ഓക്കെയാണ്, പക്ഷെ കറക്റ്റ് ടൈമിന് ഇതുവരെ പീലെത്തിയിട്ടില്ല. ഈ കൂട്ടത്തില് ഇനി വേറൊരു ടാസ്ക് ആണ്. ഈ കൂട്ടത്തിൽ സത്യം പറഞ്ഞതാരാ? ഞാൻ വെറുതെ പറഞ്ഞാണ് സാർ വായ നോക്കി. പ്രജിനെ നിങ്ങൾ വിളിക്കുന്ന ഓരോ പേരുകൾ കാണുമല്ലോ, എത്ര പേരുകൾ വിളിക്കും? അല്ല പ്രജിൻ മാസ്റ്റർ സജിമോള് വിളിക്കുന്ന പേര് വെച്ചോക്കെ. സജിമോള് വിളിക്കുന്നതാണ്. എന്തുവാ ഒന്ന് വിളിച്ചേ, മൈക്കിൽ കൂടെ വിളിച്ചേ. വിളി, അടുത്ത് വിളി. വൗസേ. അയ്യോ അത് അതല്ല ഞാൻ കാണുന്ന സമയത്ത് ഒരു വൗസ് തന്നെയായിരുന്നു. ഒരു ചെറുതായിരുന്നു, ചെറിയൊരു മോനായിരുന്നു. അപ്പൊ നമുക്കിനി ഓണം വൈബിൽ ഒരു പാട്ട് പാടിയാലും എല്ലാവർക്കും ഒരുമിച്ച്. മാമ്പഴം മാമ്പഴം അതെന്തോ അതിന് കഥയുണ്ടോ മാമ്പഴത്തിന്? വയലോപ്പിള്ളിയുടെ മാമ്പഴം പടം പറഞ്ഞിട്ട് മാമ്പഴം സിനിമയിലുള്ള. അപ്പൊ റെഡി, നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടിയാലോ? ഓക്കെ റെഡി, തുടങ്ങിയോ? ജേക്കബിന്റെ സ്വപ്നരാജ്യത്തിലെ സോങ് ഇല്ലേ, തിരുവാവണി പാടിക്കോ. അല്ലല്ല നമുക്ക് കൈ അടിക്കാം, അറിയാവുന്നൊരു പാട്ട്. റെഡി? തിരുവാവണി മനസാകിനിരാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നിങ്ങളുടെ സംസാരവും പാട്ടും ഡാൻസും എല്ലാം കൂടെ ആയപ്പോൾ മൊത്തത്തിലൊരു കളറായി. അപ്പൊ ഇനി എനിക്കൊരാഗ്രഹമുണ്ട്, സഹിച്ചു തരുമോ? ഇരുന്നുകൊണ്ട് എന്നെ 2 സ്റ്റെപ്പ് പഠിപ്പിക്കണം. വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു പാട്ടുണ്ട് പൂനില മഴ. നിങ്ങളുടെ നമ്മുടെ മിലേനിയത്തിന്റെയാ? മില്ലേനിയം എന്ന് കേൾക്കുമ്പോ സജിയേട്ടനെ മിസ് ചെയ്യണം. സജിയേട്ടനെ മിസ് ചെയ്യുന്നു. വെള്ളോട്ട് നോക്കി റെഡി നമുക്ക് വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ പൂനില മഴ പെയ്തിറങ്ങിയ. എടാ ദാസ, ആള് നമ്മളെ ഫസ്റ്റ് പഠിപ്പിക്കുക, അപ്പോഴത്തേന് എല്ലാം കൈ പൊക്കി പൂനില മഴ. ആണോ? അപ്പൊ ഞാനാ പൊട്ടൻ. ഓക്കെ റെഡി, സ്റ്റാർട്ടിങ് 5 6 7 ഗോ. ആദ്യം നമ്മൾ മുകളിലേക്ക് കൈയൊന്ന് അപ്പൊ ഇത് പൂനില മഴ മുകളിലേക്ക് നോക്കി കൈന്റെ കൂടെ. ഓക്കെ, പെയ്തിറങ്ങിയ രാത്രി മല്ലിക, അതല്ലേ? അപ്പൊ ഇങ്ങനെ വേവ് ചെയ്ത് നോക്കി. രാത്രി മല്ലിക കോർക്കാം, ജസ്റ്റ് ഇങ്ങനെ കോർത്ത് നോക്കി. ഓക്കെ എന്നിട്ട് പിന്നെ നമ്മള് ലിറിക്സ് നോക്കണ്ട, പിന്നെ നമ്മൾ വല്ലാതെ നോക്കണ്ട, പിന്നെ നമ്മുടെ കയ്യില് ഏട്ടനൊന്ന് ഇങ്ങനെ ആക്കി അന്ന് അവിടേക്ക് നോക്കൂ. ഒന്നുകൂടെ അങ്ങോട്ട് തിരിയണം. ഓക്കെ വേണ്ട, ഞങ്ങൾ അങ്ങ് തിരിയാം. പിന്നെ ഒന്നിങ്ങനെ ആക്കിയേ. 5 6 7 1 ഒന്ന് നമ്മുടെ ലെഫ്റ്റ് നിന്ന് വന്നു റൈറ്റിലേക്ക്, ലെഫ്റ്റ് ഷോൾഡറിന്ന് 1. ഓക്കെ 1. ഒന്നുകൂടി ക്ലാപ്പ് ചെയ്ത 2. എന്ന് മുഖം ഒന്ന് ക്ലോസ് ചെയ്ത് എല്ലാരും കൂടി. എന്നിട്ട് മെല്ലെ ഇങ്ങനെ ഓപ്പൺ ആക്കി. രസം ഉണ്ടാവും. റെഡി ആവാൻ നോക്കി നോക്കാം. മ്യൂസിക് പ്ലീസ്.
ശരിക്കും അത്ര എളുപ്പമുള്ള പരിപാടി അല്ലല്ലേ ഇത്. ഇടുന്നവന് കമന്റ് എഴുതിയാ മതി അല്ലേ? അതെ. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും കൂടെ തന്നെ അപ്പൊ തന്നെ ചെയ്തില്ലേ? അല്ലല്ലോ, അയ്യോ കമന്റ് ഇടുന്ന അത്ര സുഖമുള്ള പരിപാടി ഇതത്ര എളുപ്പമല്ല കേട്ടോ. അല്ല, ഇത് ഞങ്ങൾ 25ാമത്തെ ടേക്ക് ഒക്കെയാണ് നിങ്ങൾ റീൽ ആയിട്ട് കാണുന്നത്. ഞങ്ങൾ അല്ല ചിലതിലൊക്കെ 25 ഒരു 15 പിടിച്ചോ. അത്രയും ഇല്ല കേട്ടോ. 14 സ്വഭാവം കൊണ്ടാണ്. ബാക്കിയാണ് അത്രയില്ല, ഒരു 3 or 4. അപ്പൊ ഈ ഓണമായിട്ട് നമുക്ക് കുറച്ച് ഗെയിമൊക്കെ കളിക്കണ്ട, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഏറ്റവും കൂടുതൽ ഓണം വരുമ്പോ നമ്മളെ മനസ്സിൽ വരുന്ന ആദ്യ ഗെയിം എന്തുവാ? ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നടിക്കട്ടെ. ഇതിനും വലിയ റീച്ച് നിങ്ങൾക്ക് കിട്ടാനുണ്ടാവില്ല. കലം തല്ലി പൊട്ടീരല്ലേ? പൊട്ടിക്കാൻ റെഡിയാണോ നിങ്ങള്? എന്ത് തല തല്ലി പൊട്ടിക്കാൻ? കലം തല്ലി പൊട്ടീര്. കലം ഉറിയടി എന്നാണ് പറയുന്നത്. ഉറിയടി. അപ്പൊ ഇനി നമുക്ക് മറ്റേ ഉറിയടി പോയാലോ? അപ്പൊ അതിന് സൗണ്ട് പോലെ ഇതാണോ നിങ്ങളുടെ മാസ്റ്റർ പിള്ളേര്? ഐശ്വര്യ സൗണ്ട് പൊട്ടിക്കാം. ആവശ്യത്തിന് തുറക്കൂല. റെഡി? അല്ല, മാസ്റ്റർ വിളിച്ചാ മതി. അപ്പൊ ഓക്കെ, ഇനിയാണ് പൂരം കൊടിയേറുന്ന മക്കളെ. ആർപ്പോ! അപ്പൊ ഈ പെൺകുട്ടികളുടെ സ്വകാര്യ അഹങ്കാരമായ ഈ പുലിക്കുട്ടനെ വിളിച്ചാലോ? മോനെ പിടി, ഫസ്റ്റ് പൊട്ടിച്ചോണം കേട്ടോ, നാണം കെടുത്തില്ല. ദൈവമേ വിട്ടു നിന്നോ, തലയ്ക്കൊക്കെ അടി കിട്ടിയിട്ടുള്ള ദേഷ്യം കോഴി കൂവാൻ റെഡി ആയിക്കോ. വിട്ടു നിന്നേ, തല തല. അപ്പം നമ്മുടെ മാസ്റ്റർ ആണ് പൊട്ടിക്കാൻ പോകുന്നത്. ഇതിന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ. കൈയടിക്കാം. അപ്പൊ നമ്മള് നല്ല വീശുട്ടോ. കറക്കട്ടെ? കറങ്ങു. കൈയടിക്ക. തൊട്ട് ഫ്രണ്ട് അടിക്ക. തൊട്ട് ഫ്രണ്ടിലാ. ചാട് തൊട്ട് ഫ്രണ്ടിലെ നോക്കണേ, മാറി നിന്നോ. ഐശ്വര്യയുടെ തല നോക്കിയിട്ടതാ. ഒറ്റ മിനിറ്റ് സമയമുള്ളൂ, ഒറ്റ മിനിറ്റ് കേട്ടോ. ഇപ്പൊ അടി കിട്ടും. ഇനി ഒറ്റ അടിയും കൂടുള്ളേ. ലാസ്റ്റ് അടി, ലാസ്റ്റ്. കറക്റ്റ് കേട്ടോ, അടി കറക്റ്റ്. അതെ, കഴിഞ്ഞു. അങ്ങനെ മാസ്റ്റർ 8 നില പൊട്ടിയിരിക്കുന്നു. അടുത്ത മാസ്റ്ററിന്റെ എല്ലാമായ സജിമോൾ. ഞാൻ ചാവുമല്ലോ. ഇനിയും ഞങ്ങളെ അഭിമാനമായ സജിമോൾ, സ്ത്രീയുടെ കരുത്ത്, സ്ത്രീ ശക്തി, സ്ത്രീന്റെ പില്ലർ. ഇതാ പ്രജിം പൊട്ടിച്ചില്ലേ, സജിമോൾ പൊട്ടിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? എന്നൊരു കാര്യം ഞങ്ങളങ്ങ് വെച്ച് തരാം. അടിക്ക്.
റെഡി കമ്പോട് ഇതാ ഇതിന്റെ തലയിൽ ഞാൻ ആദ്യം പൊട്ടി. സജിമോൾ ഇങ്ങനെ നെല്ലടിക്കല്ലേ? അടിക്ക്. അടിച്ചോ പൊട്ടത്തെ അടി പ്രജിന്റെ തല മനസ്സിൽ ധ്യാനിച്ചടിച്ച് പൊട്ടിക്ക്. വീശിക്കോട്ട്. ആരോടോ സജിമോ സജി സജിമോൾ ആരെയും മനസ്സിൽ വിചാരിച്ച് തലക്കും വില സൂപ്പർ ആയിരുന്നു. ഓക്കെ ഇനി പൊട്ടിച്ചാൾ അടുത്ത കുളം കൊണ്ടുവരട്ടെ. കടിക്ക് മക്കളെ ആപ്പിൾ എന്ന പുതിയ ഗെയിമുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഈ ആപ്പിള് വെള്ളത്തിലോട്ട് ഇടുക, കൈ ഉപയോഗിക്കല്ലേ, കൈ പുറകെ കെട്ടിട്ട് ഇതാദ്യം ആര് കടിച്ചെടുക്കുന്നു അവരെ തേടിയെത്തുന്നത് എന്തുവാ? 5000 രൂപയായിരിക്കും. അതെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, എല്ലാരും ആപ്പിള് കയ്യിലെടുത്തോ. അല്ലല്ല, എല്ലാരും കയ്യിലെടുക്കുക. അവരൊരു ആപ്പിള് കയ്യിലെടുക്കുക. റെഡി 1 2 3 എന്ന് പറയുമ്പോൾ ഇട്ടോണേ, എന്നിട്ട് എടുത്തോണം. റെഡി 1 2 3. മക്കളെ കടി എന്നൊക്കെ പറഞ്ഞ ഇതാണ് കടി. ഓ കടിച്ചു മക്കളെ, ഇതാണ് യഥാർത്ഥ കടി. കൈ കൊടുക്കാം. അപ്പൊ ഈ ഒരു ഓണം ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടിയതിൽ എല്ലാവരോടും താങ്ക് യു കേട്ടോ. വളരെ സന്തോഷം. നിങ്ങൾ ഈ ഓണം ഹാപ്പിയാണോ? ഭയങ്കര ഇനി എത്ര ഓണം എത്ര കാലഘട്ടം വന്നാലും ഈ ഒരു ഓണം മറക്കുവോ? ഒരിക്കലും മറക്കത്തില്ല. അപ്പം ഈ ഒരു ഇന്റർവ്യൂലൊക്കെ ഉപരി നമ്മൾ ഇന്റർവ്യൂ തന്നെ സംസാരിച്ചു പ്രജിൻ കഷ്ടപ്പെട്ട് വന്നത്, നിങ്ങൾ കൂടുള്ള ഒരു ബന്ധങ്ങൾ. അപ്പം ഞങ്ങളുടെ ടീമിന്റെ വക പ്രജിനൊരു സമ്മാനമുണ്ട്. പ്രജിൻ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങളിത് മൂന്നാളും കൂടി ഒന്ന് എല്ലാരും കൂടി ഒന്ന് പിടിച്ചോട്ടെ. എല്ലാരും കൂടെ വാ സജിമോളെ, വരൂ. എല്ലാരും ഇങ്ങോട്ട് വരൂ. ഹാപ്പി ഓണം. പിന്നെ മില്ലേനിയം എന്ന് പറയുന്ന നമ്മളായിട്ട് സജിയേട്ടൻ നമ്മളെ കൂടെ തുടക്കം തൊട്ടേ കൂടെ ഉള്ള ഒരു ആളാണ് സജിയേട്ടനെ. ഞാൻ ഇപ്പൊ ഭയങ്കര മിസ് ചെയ്യണം. സജിയേട്ടൻ ഓഫീസിലുണ്ടാവും. അപ്പം സജിയേട്ടാ താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ സെലക്ട് ചെയ്തതിൽ ഭയങ്കര സന്തോഷം സജിയേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും നേരം നിങ്ങളോട് നിന്ന് അജിനോട് നന്ദി. താങ്ക് യു. അജിനേട്ടൻ നമുക്ക് ഏറ്റവും സോഷ്യൽ മീഡിയയില് ഏറ്റവും ഒരു തെറി പോലും ഇല്ലാതെ നല്ല MC ലെവലില് ആര്യമോള് MC ലെവലില് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ ചേട്ടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര എനിക്ക് അവസരം ടീമിനോടും താങ്ക് യു. ഭയങ്കര സന്തോഷം. கொஞ்சம் நின்பம் என் நெஞ்சில் வீண மூடும் ஈனம் பாடும் ஈரா